ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയോ? ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? ഫ്രൂട്ട്സ് ഉണ്ടാവും, ഷുഗർ, കളർ ഉണ്ടാവും, കെമിക്കൽസ് ഉണ്ട്. ഇത് ചീത്തയാവാതിരിക്കണമെങ്കിൽ കെമിക്കൽസ് ചേർക്കണ്ടേ? ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചക്ക വരട്ടി വെക്കും അമ്മമാര്, ഇല്ലേ? ആ ചക്ക വരട്ടിയത് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ച് അവിടെ ഇരുന്നോളൂ? ഇല്ലല്ലോ, അത് കുറെ കഴിയുമ്പോൾ അത് ചീത്തയായി പോവില്ലേ? പക്ഷെ ഇത് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വരട്ടിയതാണ് പഞ്ചസാര ഇട്ട്. എന്നിട്ട് ഇതെന്താ ചീത്തയാവാത്ത? കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയന്റ് തന്നെ എന്താണെന്നറിയോ? ഷുഗർ. അപ്പൊ ഇതില് ഒരു 32 സ്പൂൺ പഞ്ചസാര ഉണ്ട്. അത് ആരോ ഒന്ന് ഗ്ലാസ്സിൽ നിറയ്ക്കണേ. എന്നാ ബാ, ഇപ്പൊ പഞ്ചസാര എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരും. 32 സ്പൂൺ 32 വരെ എണ്ണി ഇടാം. ഇത് കണ്ടാ, 20 സ്പൂൺ പഞ്ചസാര ഇതിലിട്ടു. എന്നിട്ട് ഇനി വേണം ഇതിലെ പഞ്ചസാരയുടെ അളവിലേക്ക് എത്താൻ. നോക്കിയേ, പഞ്ചസാര കണ്ടോ? ഇത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ബ്രെഡിൽ, ഒരു പാക്കറ്റ് ബ്രെഡിൽ തേക്കാനുള്ളത് ഉണ്ടാവുള്ളൂ? എത്ര പാക്കറ്റ് ബ്രെഡിന് ഉണ്ടാവും ഇത്? അപ്പൊ ഒരു പാക്കറ്റും ഇത് ഫുള്ള് തേച്ച് കഴിച്ചു കഴിഞ്ഞാ ഇത്രയും പഞ്ചസാരയാണ് ഒറ്റയടിക്ക് ജാം കഴിച്ചു കഴിഞ്ഞാ വരണത്.